അറിവില്ല കുഞ്ഞുങ്ങളെ അറിവിൻ്റെ ലോകത്തേക്ക് നയിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് ചെറുതല്ല. നമ്മുടെ നല്ല അധ്യാപകരെ നാം എന്നും ഓർക്കും. അതുപോലെ നമ്മുടെ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഏറ്റവും മികച്ച രീതിയിൽ നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില പാഠങ്ങളും അതിലെ കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കും. അത് പാഠങ്ങളുടെ മാത്രം സവിശേഷത കൊണ്ട് മാത്രമായിരിക്കില്ല, നമ്മുടെ അധ്യാപകരുടെ മികവാർന്ന അധ്യാപനത്തിലൂടെയും ആകാം. അങ്ങനെ ഞാൻ പഠിച്ച ഒരു പാഠമാണ് നീലക്കൊടും വേലിയും തേടി. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു കഥ ഓർക്കുന്നുണ്ട്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കും പഴയ ഓർമ്മകൾ പുതുക്കാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ട് ഈ കഥ ഞാൻ സമർപ്പിക്കുന്നു. കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയപ്പോൾ ഒഴിവുകാലം ഇലഞ്ഞിപ്പൊയിലിൽ കഴിക്കാൻ ശ്രീധരൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ മാസ്റ്റർ മുടക്കം പറഞ്ഞില്ല. അങ്ങനെ ആനന്ദക്കിനാവുകളോടെ ശ്രീധരൻ ഇലഞ്ഞിപ്പൊയിലിൽ എത്തി. അവിടെ അപ്പു ആഹ്ലാദത്തോടെ ശ്രീധരനെ സ്വാഗതം ചെയ്തു. നമുക്ക് കാട്ടിൽ പോകാം. ചെന്ന ദിവസം തന്നെ ഉച്ച കഴിഞ്ഞ് അപ്പു ശ്രീധരനെ വനയാത്രയ്ക്ക് ക്ഷണിച്ചു. ശ്രീധരൻ കാക്കിക്കോട്ട് അഴിച്ചു വെച്ച് മുറി ട്രൗസറുമായി തോർത്തുമുണ്ടുകൊണ്ട് തലയിൽ കെട്ടി അപ്പുവിൻ്റെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു. പൂത്തും തളിർത്തും കായ്ച്ചും നിൽക്കുന്ന പച്ചക്കാടുകൾ, പൊന്തകളിൽ വലിയ ചോരത്തുള്ളികൾ പോലെ തെച്ചിപ്പഴങ്ങളും പഴുത്തു കിടക്കുന്നു. നീലപ്പളുങ്ക് ഗോട്ടികൾ പോലെയുള്ള ഞാറയ്ക്ക പറിച്ചു കൈയും ചവച്ച് വായും കഴിച്ചു. അപ്പോൾ അപ്പു നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു പൊട്ടിക്ക ചെടി കാണിച്ചു കൊടുത്തു. തൂങ്ങാമലിൻ്റെ ആകൃതിയിലുള്ള പോളയ്ക്കുള്ളിലാണ് പുള്ളിക്കുത്തുകളോട് കൂടിയ കായ. പഴുത്താലും നിറം പച്ചയായിരിക്കും. വായിലിട്ട് കഴിക്കാൻ മധുരമല്ല, ലഹരി പിടിപ്പിക്കുന്ന ഒരു പുളിരസമാണ്. ശ്രീധരന് പൊട്ടിക്ക വളരെ ഇഷ്ടമായി. തെച്ചിപ്പഴം 8 തിന്നാൽ പിന്നൊരു പൊട്ടിക്ക. അപ്പു ഒരു പഴഞ്ചൊല്ലും പൊട്ടിച്ചു. കുരുന്നു പൊട്ടിക്കയുടെ പോളയെടുത്ത് നെറ്റിയിൽ കുത്തി അപ്പു ടപ്പ് ടപ്പ് എന്ന് ഉച്ചയുണ്ടാക്കിക്കൊണ്ടിരുന്നു. ശ്രീധരനും അത് അനുകരിച്ചു. അപ്പു പൊട്ടിക്കയെല്ലാം ഒരു ഇലക്കുമ്പിളിൽ പറിച്ചെടുത്ത് കൈയിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്താണീ പൊട്ടിക്ക തിന്നാത്തത്? ശ്രീധരൻ ചോദിച്ചു. അപ്പു ഒന്നും മിണ്ടിയില്ല. ഇരുവരും കാടിൻ്റെ മറ്റൊരു കോണിലേക്ക് നീങ്ങി. അവിടെ ഒരു പാറപ്പുറത്തിരുന്നു. മരങ്ങളുടെ മുകളിലേക്ക് കണ്ണയച്ച് അപ്പു പറഞ്ഞു, ഒരു ദിവസം അതിനെ എൻ്റെ കയ്യിൽ കിട്ടും. ഏതിന്? ശ്രീധരൻ ചോദിച്ചു. ചെമ്പോത്തിൻ്റെ കുട്ടിയെ. അപ്പു മരങ്ങളുടെ മുകളിലേക്ക് മാറി മാറി നിരീക്ഷിച്ചു. ചെമ്പോത്തിൻ്റെ കുഞ്ഞിനെ ചെങ്ങലക്കിട്ട് അത്ഭുതകരമായ നീലക്കൊടുവേലി വേര് കൈക്കലാക്കാൻ സാഹസികമായ പരിശ്രമം അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. അവൻ കാടൊക്കെ ചുറ്റി നടന്നു. ഉയരമുള്ള മരങ്ങളിലെല്ലാം കയറി നോക്കി. ചെമ്പോത്തിൻ്റെ കൂട് കണ്ടുകിട്ടിയില്ല. ഒരിക്കലൊരു മരത്തിൽ കയറി പൊത്തിൽ കൈയിട്ട് നോക്കിയപ്പോൾ കടന്നലുകൾ കൂട്ടത്തോടെ ഇളകി ആക്രമിച്ചതും അവൻ കണ്ണും ചിമ്മി താഴെ ഇറങ്ങി നേരെ പുഴയിലേക്ക് ഓടി വെള്ളത്തിൽ മുങ്ങിക്കളഞ്ഞതുമായ കഥ ശ്രീധരനെ കേൾപ്പിച്ചു. കടന്നൽ കൂട്ടം ആക്രമിച്ചാൽ പുഴയിൽ ചാടണം, അങ്ങനെ ഒരു ഉപദേശവും കൊടുത്തു. നല്ല ഭംഗിയുള്ള ഒരു ചെമ്പൻ രോമങ്ങളുള്ള കായ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നത് ശ്രീധരൻ കണ്ടു. പഹയ, തൊടല്ലേ, അത് നായ്ക്കുരുണയാണ്, ചൊറിഞ്ഞു നീ ചാവും. ശ്രീധരൻ പേടിച്ച് കൈ പിൻവലിച്ചു. പിന്നെ മെല്ലെ അപ്പുവിൻ്റെ അരികെ പാറപ്പുറത്ത് വന്നിരുന്നു. ശേഷം അവൻ മേൽപോട്ട് നോക്കി. നല്ല തെച്ചിപ്പഴവും ഞാറയ്ക്കയും പൊട്ടിക്കയും തിന്നാൻ തന്നു. പിന്നെ നായ്ക്കുരുണ കൊണ്ട് ചൊറിഞ്ഞു കൊല്ലിക്കുന്ന ദൈവം തമ്പുരാൻ്റെ നേരെ നോക്കി കൊഞ്ഞനം കാട്ടാനാണ് ശ്രീധരന് തോന്നിയത്. നീലക്കൊടുവേലി കിട്ടിയാൽ പകുതി ഞാൻ നിനക്ക് തരും കേട്ടോ, അപ്പു ശ്രീധരനോട് സ്വകാര്യമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീധരൻ നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കാൻ അപ്പുവിൻ്റെ കൈ പിടിച്ച് തലോടി. അപ്പു നീലക്കൊടുവേലിയുടെ അത്ഭുത മഹാത്മ്യങ്ങൾ വർണ്ണിച്ചു. മനസ്സിൽ എന്ത് വിചാരിച്ചാലും
ഉടനത് സാധിക്കും. രാജാവാകണമെന്ന് വിചാരിച്ചാൽ രാജാവാകും, നിധി കിട്ടണമെന്ന് വിചാരിച്ചാൽ നിധി കിട്ടും. എന്നാലൊരു വിഘടമുണ്ട്. ഒരു വരം മാത്രമേ ചോദിക്കാവൂ. രണ്ടാമതൊന്നുകൂടി ചോദിച്ചാൽ ആദ്യം കിട്ടിയതും കൂടി പോകും. താൻ ഒരു വരം മാത്രമേ ചോദിക്കൂ. നീലക്കൊടും വേലി കയ്യിൽ വന്ന് ചേർന്ന പോലെ കൈകൾ മുറുക്കി പിടിച്ച് ശ്രീധരൻ ഉറപ്പിച്ചു പറഞ്ഞു, നീ എന്ത് വരമാണ് ചോദിക്കുക? ആരായി തീരണമെന്നാണ് നിന്റെ പൂതി? അപ്പുവിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ശ്രീധരൻ അല്പം പരുങ്ങി. അവൻ അതേപ്പറ്റി അന്നേ വരെ ഒന്നും ആലോചിച്ചിട്ടില്ല. ആരായി തീരണം? പെട്ടെന്ന് അക്കാര്യം ഓർമ്മ വന്നു. അപ്പുവിൻ്റെ അടുത്തേക്ക് അല്പം നീങ്ങിയിരുന്നു. അവൻ്റെ ചെവിട്ടിൽ ശ്രീധരൻ ആരാഞ്ഞു, എനിക്ക് ഈ കടപ്പുറത്തെ ലൈറ്റ് ഹൗസിലെ സായിപ്പാവണം. ആ പറഞ്ഞത് അപ്പുവിന് മനസ്സിലായില്ല. ശ്രീധരൻ അതേപ്പറ്റി വിവരിച്ചു. കടപ്പുറത്ത് ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു അത്ഭുത വിളക്ക്. അതിന് 10,000 കാന്തവിളക്കിൻ്റെ ശോഭയുണ്ട്. അതങ്ങനെ എപ്പോഴും തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരിക്കൽ അച്ഛൻ ശ്രീധരനെ അതിൻ്റെ മുകളിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടമാകെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ മാളികയിലെ ഇടുങ്ങിയ കോലായിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച! മാനത്തിനപ്പുറത്ത്, 7-ാം കടലിനും അപ്പുറത്ത് കല്ലുകൾ കൊണ്ട് കെട്ടിയ കുളം കാണാം. സൂര്യഭഗവാൻ മുങ്ങിക്കുളിക്കുന്ന കുളമാണത്. അപ്പു അത് കേട്ട് മിഴിച്ചിരുന്നു പോയി. ആ ലൈറ്റ് ഹൗസിൽ ഒരു കറുത്ത സായിപ്പുണ്ട്. അയാൾക്കൊരു പണിയുമില്ല. സദാസമയം കഥാബുക്കും വായിച്ചിരിക്കും. അയാളുടെ മാസപ്പടിയെ 100 ഉറുപ്പികയാണ്. പൊള്ളു പറയല്ലേ ശ്രീധര, അപ്പു കീഴ്ച്ചുണ്ട് നീട്ടിക്കൊണ്ട് അവിശ്വാസം പ്രകടിപ്പിച്ചു. കണ്ണാണെ നേരാണ്. അച്ഛൻ പറഞ്ഞതാണ്. ശ്രീധരൻ സത്യം ചെയ്തു. അപ്പു ആലോചനയിൽ മുഴുകിയിരുന്നു. അപ്പു ഒരിക്കൽ കടൽ കണ്ടിട്ടുണ്ട്. ഒരു കൊല്ലം തുലാമാസത്തിലെ വാവ് കുളിക്കാൻ അച്ഛൻ്റെ കൂടെ പോയപ്പോൾ രാത്രിയിലാണ് അവർ കടപ്പുറത്തെത്തിയത്. അപ്പോൾ കടപ്പുറത്ത് ഒരു ഊക്കൻ തൂണിൻ്റെ മുകളിൽ എപ്പോഴും കണ്ണ് ചിമ്മിയും തുറന്നും വിളക്കവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും 100 ഉറുപ്പികയ്ക്ക് കഥാബുക്കും വായിച്ചിരിക്കുന്ന മാസപ്പടിക്കാരനുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നില്ല. ചെമ്പോത്തിൻ്റെ മരുന്ന് കിട്ടട്ടെ, പ്രാർത്ഥിച്ചാൽ നിനക്ക് ആ പണി കിട്ടും. അപ്പോൾ ശ്രീധരൻ അപ്പുവിനോടൊരു മറുചോദ്യം ചോദിച്ചു. ചെമ്പോത്തിൻ്റെ മരുന്ന് കിട്ടിയാൽ നീ എന്താണ് പ്രാർത്ഥിക്കുക? അപ്പുവിൻ്റെ മുഖം സങ്കടം കൊണ്ട് മങ്ങി. അവൻ ശ്രീധരൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു. ഒരൊറ്റ കാര്യം സാധിക്കാനാണ് ഞാൻ ചെമ്പോത്തിൻ്റെ മരുന്നും തിരഞ്ഞു നടക്കുന്നത്. എന്താണത്? ശ്രീധരൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. എൻ്റെ നാരായണീൻ്റെ ദണ്ണം മാറാൻ. അപ്പു ചുണ്ട് കടിച്ച് ദൂരത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. നാരായണി ആരാണ്? ശ്രീധരൻ അനുകമ്പയോടെ ചോദിച്ചു. ദൂരെ നോക്കി അപ്പു മറുപടി പറഞ്ഞു. എൻ്റെ പെങ്ങളാണ്. എന്താണ് അവളുടെ ദണ്ണം? അരയ്ക്ക് കീഴ്പോട്ട് ജീവനില്ല. 6 കൊല്ലമായി 2 കാലും കുഴഞ്ഞു കിടക്കുന്നു. ശ്രീധരൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൾക്ക് കാട്ടിൽ കയറി തെച്ചിപ്പഴം പറിച്ചു തിന്നാനോ കിളികളുടെ പാട്ട് കേട്ട് രസിക്കാനോ കഴിയില്ല. ദേവൻ തമ്പുരാൻ എന്തിനാണ് അവളെ അങ്ങനെ ആക്കിയത്? അപ്പുവിൻ്റെ കയ്യിലെ പൊട്ടിക്കാപ്പൊതി നാരായണിക്കുള്ളതാണെന്ന് ശ്രീധരൻ മനസ്സിലാക്കി. സന്ധ്യയ്ക്ക് മുൻപ് അവർ കാട്ടിൽ നിന്നും തിരിച്ചു. അപ്പോഴും ശ്രീധരൻ അനുകമ്പയോടെ ചിന്തിക്കുകയായിരുന്നു അപ്പുവിൻ്റെ പെങ്ങളെപ്പറ്റി. പാവം പെൺകുട്ടി. ഇങ്ങനെയാണ് നമ്മുടെ പാഠപുസ്തകത്തിലെ കഥ. ഇപ്പോഴത്തെ കുട്ടികളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും നീലക്കൊടുവേലി എന്നുള്ളത്. അത് എവിടെ കേട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയിൽ കേട്ടതായിരിക്കും. ഏത് സിനിമയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. മനസ്സിലായവർ ആ സിനിമയുടെ പേര് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ പാഠം പഠിച്ചവർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇരിക്കട്ടെ ഇവിടെ. അതുപോലെ തന്നെ ഈ പാഠം പഠിക്കാൻ അവസരം കിട്ടാഞ്ഞവർക്ക് ഒരവസരമായും കൂടി ഈ ഒരു കഥ മാറട്ടെ. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെ മനസ്സിൽ തട്ടിയ കഥകളുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.